ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. ഓക്കെ, എനിവേ ഇനി ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും സെമി ഫൈനലിലേക്ക് കടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടക്കാൻ പോകുന്നില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് പട്ടികയിൽ ജംഷഡ്പൂർ FC ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, സൂപ്പർ കപ്പിന്റെ നിയമങ്ങൾ തന്നെയാണ്. ഇനി ഒരു പക്ഷേ ജംഷഡ്പൂർ FC അടുത്ത കളി തോൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കളി വിജയിക്കുകയാണെങ്കിൽ പോയിന്റ് നില എന്ന് പറയുന്നത് 6-6 ആവും. അല്ലെങ്കിൽ ജംഷഡ്പൂർ FCക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും 6-6 പോയിന്റ് നിലയിലാവും, സെയിം പോയിന്റ് ആവും. അങ്ങനെ വന്നാലും ഈ ഒരു സൂപ്പർ കപ്പിന്റെ നിയമങ്ങൾ അനുസരിച്ച് ആദ്യം നോക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഗോൾ ഡിഫറൻസ് അല്ല, ഹെഡ് ടു ഹെഡ് മാച്ചിന്റെ ഫലമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് vs ജംഷഡ്പൂർ FCയുടെ ഫലം നോക്കുന്ന സമയത്ത് ജംഷഡ്പൂർ FC ആണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജംഷഡ്പൂർ FC സെമി ഫൈനലിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഓൾറെഡി ക്വാളിഫൈഡ് ആവാനുള്ള ഏക കാരണമായത്. എനിവേ എന്തൊക്കെ പറഞ്ഞാലും ഇനി നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കളി കളിച്ചതിന് ശേഷം ISLൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ജംഷഡ്പൂർ FCയുമായിട്ടുള്ള കളി തോറ്റതിനു ശേഷം ആശാന്റെ വാക്കുകളാണ് ഇപ്പോൾ നിലവിൽ ആരാധകർക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം ഈ ഒരു കല്ലിങ്കൽ സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരാധകർ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ ഒരു കപ്പിനെ വളരെ നിസ്സാരമായി കാണരുത്, ഇതും നമുക്ക് നേടിയെടുക്കണം, ബ്ലാസ്റ്റേഴ്സിന് കപ്പൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഒരു തുടക്കമാകട്ടെ എന്നായിരുന്നു ആരാധകർ എല്ലാവരും പറഞ്ഞത്. പക്ഷേ ആശാൻ പറഞ്ഞത് കളി ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാച്ച് ആയിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് തോറ്റത് എന്നാണ് പറഞ്ഞത്. ആ ഒരു വാക്കുകൾ ഒരിക്കലും ആരാധകർ ഇഷ്ടപ്പെടുന്നില്ല. അത്രയ്ക്കും വിഷമം വരുന്ന ഒരു വാക്കുകളാണ് ഇവാന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടത്. ഒരിക്കലും ആശാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, ആശാൻ അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയാം. എല്ലാ കപ്പിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. എല്ലാ കപ്പിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് നല്ല ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനായിരിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം കളിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജംഷഡ്പൂർ FCയുമായിട്ട് തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഡിഫൻസിൽ ഒരുപാട് പിഴവ് ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുണ്ട്. അതിലോട്ട് നോക്കുകയാണെങ്കിൽ കളി തുടങ്ങി 15-ാം മിനിറ്റിൽ തന്നെ ജംഷഡ്പൂർ FCയുടെ പ്ലേയേഴ്സിൽ നിന്നൊരു ക്രോസ് ചീമൻ ചുക്കുവിലേക്ക് വരികയാണ്. ആ ഒരു 15-ാം മിനിറ്റിൽ ഡ്രിൻസിക്കും ലെസ്കോവിക്കും അവിടെ ഉണ്ടായിട്ട് ചീമൻ ചുക്കുവിനെ നല്ലവണ്ണം മാർക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല. അവസാനം അത് സച്ചിന്റെ കൈകളിലോട്ട് തട്ടിയത് കൊണ്ട് മാത്രമാണ് ഗോളിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സ്. ആ ഒരു ബോൾ സച്ചിന്റെ കൈകളിലേക്ക് സേഫായ സമയത്ത് ഡ്രിൻസിക്കും ലെസ്കോവിക്കും സൈഡ് റഫറിയോട് ചോദിച്ചു അത് ഓഫ് സൈഡ് അല്ലേ. പക്ഷെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അതൊരു ഓഫ് സൈഡ് അല്ല. വളരെ പ്യൂർ ആയിട്ടാണ് കിടിലൻ ചാൻസ് ചീമൻ ചുക്കുവിലേക്ക് ക്രിയേറ്റ് ചെയ്തത്. ഒരു പക്ഷെ അത് ഗോളാവാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലായിരുന്നു. പക്ഷേ സച്ചിന്റെ ബോഡിയിൽ തട്ടിയത് കൊണ്ട് അത് വളരെ സേഫ് ആയിക്കൊണ്ട് സച്ചിന്റെ കൈകളിലേക്ക് തന്നെ ഒതുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാം. അതുപോലെ തന്നെ കളിന്റെ 56-ാം മിനിറ്റിൽ ചീമാൻ ചുക്കുവിന്റെ സെക്കൻഡ് ഗോൾ മാർക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിട്ട് പോലും ചീമാൻ ചുക്കുവിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാതെ രണ്ടാമത്തെ ഗോളും ബ്ലാസ്റ്റേഴ്സ് വാങ്ങി എന്ന് പറയാം. അതുപോലെ തന്നെ കളിന്റെ 88-ാം മിനിറ്റിൽ ചീമാൻ ചുക്കു വൺ ടച്ച് പാസ് കളിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ ഒരു സമയത്ത് ചീമാൻ ചുക്കുവിലേക്ക് തന്നെ വരുന്ന ആ ബോൾ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാനോ ഒന്നും ഡ്രിൻസിക് ശ്രമിക്കുന്നില്ല. അതും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പിഴവ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് അവിടെ വിടാൻ ശ്രമിക്കുന്നത് പോലെയാണ് അവിടെ തോന്നുന്നത്. തീർച്ചയായിട്ടും ജംഷഡ്പൂരിന്റെ ആ ഒരു അറ്റംപ്റ്റും സച്ചിന്റെ മുന്നോട്ടുള്ള പ്രഷർ മൂലമാണ് അത് ഗോളാവാതെ അവിടെ ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ ജംഷഡ്പൂരിന്റെ ഒരു അടിപൊളി ഗോളിലേക്കുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അവിടെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഒന്ന് നഷ്ടപ്പെടുക അല്ലെങ്കിൽ പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷേ മൻസൂറിന്റെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു അൺഫോക്കസ്ഡ് ആയിട്ടുള്ള ഷോട്ട് മൂലം ബ്ലാസ്റ്റേഴ്സ് ഗോളിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ടു. ഈ ഒരു കളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജംഷഡ്പൂർ FCയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ലൈനിൽ വന്ന പിഴവുകൾ തന്നെയാണ്. ഈ ഒരു ഡിഫൻസ് ലൈൻ പിഴവുകൾ വെച്ചുകൊണ്ട് ഒരിക്കലും ISLൽ പോകരുത്. കാരണം വരാൻ പോകുന്ന റൗണ്ട് ഇനിയും ശക്തമേറിയ റൗണ്ടുകളാണ്. എല്ലാ ടീമുകളും വളരെ സ്ട്രെങ്തോടുകൂടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കളി വെച്ച് പോകാതെ ഇനിയും നല്ല ഇമ്പ്രൂവ്മെന്റ്സോട് കൂടി പോവുകയും അതുപോലെ തന്നെ എല്ലാ കപ്പിനെയും അതിൻ്റെതായിട്ടുള്ള വാല്യൂവിൽ കാണാൻ ശ്രമിക്കുകയും എല്ലാ കപ്പും തൻ്റേത് നമുക്ക് നേടിയെടുക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് കൊണ്ട് കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈനിങ്ങൾ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ എന്നെ ഊർജ്ജിപ്പിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.